ആയിരക്കണക്കിന് ജനാധിപത്യ വിശ്വാസികൾ നൽകിയ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മണൽനാട് കവലയിൽ റോഡ് ഷോ സമാപിക്കുമ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാൻ നമ്മുടെ എല്ലാ പ്രിയങ്കരനായ നേതാവ് അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയങ്കരനായ ജോഷി ഫിലിപ്പ് അവർകൾ, പ്രിയപ്പെട്ട ബാബുക്കോര അവർകൾ, കുഞ്ഞുബശ്ശേരി അവർകൾ, ബിനു പാതയിൽ അവർകൾ, പ്രിയപ്പെട്ട ടി പി തോമസ് അവർകൾ, രജി ഫിലിപ്പോസ് അവർകൾ, പ്രിയപ്പെട്ട പ്രസാദേട്ടൻ, പ്രിയപ്പെട്ട ജസ്റ്റിൻ, പ്രിയപ്പെട്ട ഷാൻ, പ്രിയപ്പെട്ട ബിനീഷ്, പ്രിയപ്പെട്ട മധു, പ്രിയപ്പെട്ട അഖില്, പ്രിയപ്പെട്ട പാലക്കോടി, പ്രിയപ്പെട്ട സിനി മാത്യു, പ്രിയപ്പെട്ട സിന്ധു വിഷം, പ്രിയപ്പെട്ട മോനിച്ചൻ, പ്രിയപ്പെട്ട ഇ കെ പ്രകാശൻ, പി എ ജി പവർപാട്ട്, പ്രിയപ്പെട്ട സാബു പുതുപ്പറമ്പൻ, പ്രിയപ്പെട്ട ബിനോയ്, പ്രിയപ്പെട്ട ജെയ്സൺ, പ്രിയപ്പെട്ട അജിൻ, പ്രിയപ്പെട്ട അജിത്ത്, പ്രിയപ്പെട്ട നമ്മുടെ മെമ്പർ സിബി, പ്രിയപ്പെട്ട സോബിൻ, പ്രിയപ്പെട്ട ആൽചേട്ടൻ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, അജില്, പ്രിയപ്പെട്ട നമ്മുടെ അകലക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സുനിലേട്ടൻ, പ്രിയപ്പെട്ട അയർക്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റ് സിനി മാത്യു, പ്രിയപ്പെട്ട ഗീത രാധാകൃഷ്ണൻ അവർകൾ, പ്രിയപ്പെട്ട കെ സി കരമ്പന്നൂർ അവർകൾ, ലൈസമാൻഡി, പ്രിയപ്പെട്ട ശൈലജ റജി, പ്രിയപ്പെട്ട സീമോളേജി, മിനി റജി, പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മത്തായി ചേട്ടൻ, പ്രിയപ്പെട്ട സിബി, ഫിലിപ്പ്, പ്രിയപ്പെട്ട ഫിലിപ്പ്, പ്രിയപ്പെട്ട ദീപു, പ്രിയപ്പെട്ട ബ്രിട്ടു, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാക്കുകളില്ല ഇതിന്. പ്രിയപ്പെട്ട ജസ്റ്റിൻ, പ്രിയപ്പെട്ട ജിനു, പ്രിയപ്പെട്ട സുല്ലേട്ടൻ, പ്രിയപ്പെട്ട ഏവരുമേ, വാക്കുകളില്ല നന്ദി പറയുവാൻ. ഇന്നത്തെ മഹത്തായ പരിപാടി, ആ പരിപാടി നിങ്ങളുടെ ഒരു പിന്തുണ, നിങ്ങളുടെ ഒരു കരുതൽ. പക്ഷെ അതിനു മുമ്പ് ഒരു നന്ദി ആർക്ക് പറയണമെന്ന് അറിയാമോ? പ്രകൃതിക്ക് കൂടി ഒന്ന് അറിയണം. ഇവിടെ മഴ പെയ്ത് വീർന്നു കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈ അമ്മയുടെ കാവലുള്ള സ്ഥലമാണ്, പരിശുദ്ധ ദേവമാതാവിന്റെ ഇടമാണ്. ആ പരിസരത്ത് തന്നെ വന്ന് നന്ദി പറയുവാൻ സാധിച്ചതിൽ ഉള്ള സന്തോഷം. ഈ പരിപാടി തുടങ്ങി ഇവിടം വരെ വളരെ മനോഹരമായി പോകുവാനും എല്ലാവരുടെ പിന്തുണ ഉണ്ടാവാനും സാധിച്ച അതിയായ സന്തോഷം. ഇവിടെ ജോഷിയാൻ ഉദ്ഘാടനം ചെയ്ത പരിപാടി ഇവിടെ വന്ന് ചേരുമ്പോൾ വലിയൊരു ആവേശം, നൂറുകണക്കിന് ആൾക്കാരുടെ ആവേശം. ഈ ഒരു ആവേശം കാണും. പ്രിയപ്പെട്ട ഗിരീഷേട്ടൻ അവിടെ നിൽപ്പുണ്ട്, പ്രിയപ്പെട്ട രഞ്ജു ഉണ്ട്. എല്ലാരെയും ചിലപ്പം ഈ ഒരു ആവേശം കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മെയ് 4 UDFന്റേതാണ്. അത് പുതുപ്പള്ളി മാത്രമല്ല, കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രി നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ സന്ദേശം. അതാണ് ഇന്നത്തെ ഈ ഒരു വലിയ എന്താ പറയാ ചെറുപ്പക്കാരുടെ ആവേശം, ചെറുപ്പക്കാരുടെയും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവർ വരെ ഒറ്റക്കെട്ടായി UDFന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്നു. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാ സഹപ്രവർത്തകരെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് വലിയ ഒരു പിന്തുണ, അതുപോലെ തന്നെ നെവിനുണ്ട്, ജോജിയുണ്ട്, എല്ലാവരും ഒരിക്കൽ കൂടി അഭിവാദ്യം. പ്രിയപ്പെട്ട വർക്കിയുണ്ട്, പ്രിയപ്പെട്ട എല്ലാവരും ആദർശമുണ്ട്, പ്രിയപ്പെട്ട എല്ലാ ചെറുപ്പക്കാരെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഷാനിന് നന്ദി പറയുന്നു. മണ്ഡലം പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്, അതെല്ലാവരെയും എല്ലാവരുടെയും പേര് ഒരിക്കൽ പറഞ്ഞ എല്ലാവരോടുള്ള നന്ദി വീണ്ടും പറയുകയാണ്. നമുക്ക് ഈ ഒരു ഒരുമയും ഈ ഒരു എന്താ പറയുക ചേർന്നുള്ള പ്രവർത്തനവും
നമുക്കിനി 5 വർഷം പുതുപ്പള്ളിയുടെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. പുതുപ്പള്ളിയെ കൂടുതൽ ശക്തമായി ഈ പുതിയൊരു UDF ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റിനോട് ചേർന്ന് പുതുപ്പള്ളിയിൽ പുതിയ മാറ്റങ്ങൾ എന്താണ്? നമ്മുടെ പാറേക്കടവ് പാലം അത് പൂർത്തിയാക്കുവാൻ ഈ 10 വർഷക്കാലം സ്ഥാപിക്കാത്തൊരു ഗവൺമെന്റിനെതിരെ നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് പുതിയ UDF ഗവൺമെന്റ് വരുമ്പോൾ ആ പാറേക്കടവ് പാലം വരണം, കമ്പനിപ്പടി പാലം വരണം. നമ്മുടെ നാട്ടിൽ ഇവിടെ പാമ്പാടിയിൽ വില്ലേജ് ഓഫീസ് അത് പൂർത്തീകരിക്കണം. വില്ലേജ് ഓഫീസായിട്ടല്ല, അവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ തന്നെ വന്നുകൊണ്ട് പുതുപ്പള്ളിയിൽ ഒരു റവന്യൂ ടവർ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഉണ്ടാവണം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുപോലെ നമുക്കറിയാം ഈ തലപ്പാടിയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പൂർത്തീകരണം നമ്മുടെ സ്വപ്നമാണ്. പിന്നെ നമ്മുടെ സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തെ ചിലരൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. മീനെടുത്ത സ്വപ്നം പൂർത്തീകരിക്കാൻ നമ്മൾ ശ്രമിച്ചു, അത് അങ്ങോട്ട് പോവുകയും ചെയ്തു. പക്ഷേ മണ്ടർകാട് നമുക്ക് ആ കളിസ്ഥലം ഒന്ന് നന്നാക്കണ്ടേ. കഴിഞ്ഞ ഇടതുപക്ഷ പഞ്ചായത്ത് അത് ഇടപെട്ട് ഇടങ്കോലിട്ടതാ. അതുപോലെ തന്നെ ചില പദ്ധതികളുണ്ട് ഇല്ലേ, നമുക്ക് നടപ്പിലാക്കണമെന്ന് നമ്മൾ സ്വപ്നത്തിൽ ആഗ്രഹിക്കുന്ന പക്ഷെ ഇടതുപക്ഷ സർക്കാർ തടസ്സം നിൽക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികളെല്ലാം പൂർത്തീകരിച്ച് നമുക്ക് പുതുപ്പള്ളിയുടെ മാറ്റത്തിന് ആക്കം കൂട്ടണം, ശക്തി കൂട്ടണം. നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ഇവിടെ ഒരു പുതിയ തരത്തിലുള്ള പ്രചരണത്തിൽ തുടക്കം കുറിക്കാൻ പോവുക. നമ്മുടെ ആഗ്രഹം അടുത്ത 5 വർഷം കൊണ്ട് 100 വീടുകളോളം പണിയണമെന്നുള്ള ആഗ്രഹം. നമ്മൾ 48 വീട് പണിഞ്ഞു കൊടുത്തു. ചിലരെല്ലാം കല്ലന്വേഷിച്ച് നടക്കുന്നുണ്ട്. കല്ല് അന്വേഷിക്കുന്നത്, കല്ലൊക്കെ മാറി, കല്ലൊക്കെ വീടായി 48 വീടായി പുതുപ്പള്ളിയിൽ മാറിയിട്ടുണ്ട്. അതേ വീട് മാറ്റിയ നിങ്ങളുടെ എല്ലാം പിന്തുണ. ഇനി ഇട്ട 25 കല്ലും വീടാവണം. ഇനി ഇടാൻ പോകുന്ന 75 കല്ല്, അല്ലെങ്കിൽ കേരളം മൊത്തം ഇടാൻ പോകുന്ന 75 കല്ലും നമുക്ക് വീടാക്കി മാറ്റണം. 100 വീടുകൾ നമ്മുടെ സ്വപ്നമാണ്. അപ്പൊ ചില പരിമിതികൾ നമ്മുടെ ഈ പ്രചരണത്തിലും കാണും. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഓൾറെഡി നമ്മുടെ നേതാക്കന്മാരോട് ഒരു അപേക്ഷ വെച്ചിട്ടുണ്ട്. ജോഷിച്ചാനൊക്കെ അത് എഗ്രിയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളോട് ഒരു അപേക്ഷ വെക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായ രീതിയിലായിരിക്കും പ്രചരണം. വ്യത്യസ്തമായ ഒന്നുമില്ല, വീടുകൾ കയറിയുള്ള പ്രചരണമാണ് നമ്മുടെ പ്രധാന ആയുധം. വീടുകൾ കയറി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വോട്ടുകൾ ചോദിക്കുന്ന അതേ പരിപാടി. പക്ഷെ ചില വ്യത്യാസങ്ങൾ കാണും, ചില കാര്യങ്ങൾ കാണാതെ വരും. പേടിക്കരുത്. ഫ്ലെക്സിലല്ല, ജനങ്ങളുടെ ഹൃദയത്തിലാണ് നമ്മുടെ സ്ഥാനം. നമ്മുടെ പാർട്ടിയുടെയും UDFന്റെ നേതാക്കന്മാരുടെ സ്ഥാനം, ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം ജനമനസ്സിലാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും പിന്തുണ ആ കാര്യത്തിൽ അഭ്യർത്ഥിക്കുന്നു. അവസാന ദിവസം വരെ വോട്ട് എണ്ണി തീരുന്നവരെ നമുക്ക് പ്രവർത്തിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. പ്രിയപ്പെട്ട ടോണിയും, പ്രിയപ്പെട്ട റോണിയും, പ്രിയപ്പെട്ട അരികേഷും എല്ലാം അടക്കമുള്ള എല്ലാവരെയും, പ്രിയപ്പെട്ട സച്ചിനും അടക്കമുള്ള എന്താ പറയാ എല്ലാവരെയും, അലൻ മങ്കൂർ അടക്കം എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞു, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇടയ്ക്ക് മഴയൊന്ന് പെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പം മൊത്തം മഴയിൽ പോകും എന്നുള്ളത്. അത് മാറി നമുക്ക് നല്ലൊരു പരിപാടിയായി ഇത് മാറ്റി തീർക്കാൻ സാധിച്ചു. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നമുക്ക് അടുത്ത് തന്നെ കാണണോ? അടുത്തത് എന്റെ കൂടത്തിൽ സൈക്കിൾ ചെയ്യാൻ വരുമോ? സൈക്കിൾ ചെയ്യാൻ ജോഷിയാൻ വരുമോ? കുഞ്ഞേട്ടൻ എന്തായാലും വരുന്നതായിരിക്കും. കുഞ്ഞേട്ടൻ പാന്റ് ഷർട്ട് വിട്ട് മറ്റന്നാളെ വൈകിട്ടാണോ രാവിലെയാണോ ഞാൻ സമയം പറയാം. പുതുപ്പള്ളിയിൽ സൈക്കിളിംഗ് വിത്ത് MLA, സൈക്കിൾ വിത്ത് MLA പരിപാടിക്ക് കൂടി നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട്, ആർക്കൊക്കെ വരാമോ, പാർട്ടി വ്യത്യാസമില്ല, എല്ലാവർക്കും വരാം. എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട ASU പ്രസിഡന്റ് താ നിൽക്കുന്നു. ലിജിനും ASUവിന്റെ ചുണക്കുട്ടികളും മൊത്തം ഇന്നുണ്ടായിരുന്നു. അവരെ ആദ്യം കണ്ടില്ലെങ്കിലും അടുത്ത രണ്ടാമത്തെ പഞ്ചായത്ത് ഫുൾ ടൈം, അന്നോട്ട് വരെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ASUവിനുള്ള നന്ദി, മഹിളാ കോൺഗ്രസിന് നന്ദി, അതുപോലെ തന്നെ എല്ലാവരും, ജോസഫ് അടക്കമുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.